പൊൻകരം നീട്ടി താങ്ങണമേ യേശുനായക, നിന്തിരുമാർവതിൽ ചാരുവോളം ഈ നിന്ദാസരേ. നിന്തിരുമാർവതിൽ ചാരുവോളം ഈ നിൻ ദാസരേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 65-ാം സങ്കീർത്തനം അതിൻ്റെ 10 മുതലുള്ള വചനങ്ങളെ നമുക്ക് വായിക്കാം. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ചു നിർത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഒരു നല്ല കാലത്തെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു നല്ല കാലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഏറെ പ്രശ്നങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്ന് ഒരുപാട് നല്ല കാലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഓർത്തിരിക്കുന്ന ദൈവമക്കളെ, ദൈവം തന്ന നന്മയെ നമ്മൾക്ക് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപയെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വചനം നമ്മളെ കേൾപ്പിക്കുന്നു. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ചു നിർത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. അതിലെ മുളയെ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, തലമുറകളെ തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. വാഗ്ദത്തങ്ങൾ കേട്ട ദൈവമക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തലമുറയായി നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വചനത്തെ കേൾപ്പിക്കുന്നത്, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയായിരുന്നു, പക്ഷേ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ നടത്തിപ്പ് അതിന്മേൽ വരികയാണ്. ദൈവമക്കളെ, വാഗ്ദത്തമുണ്ടോ അത് നിറവേറുക തന്നെ ചെയ്യും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ, ചില സങ്കടങ്ങൾ, ചില പ്രശ്നങ്ങൾ ഒന്ന് തീരുമ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്ന് ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേ സ്തോത്രം, സ്ഥിതിയെ മാറ്റുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമേ. വിശ്വാസത്തോടെ ഒരുങ്ങി നിൽക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വസിക്കുന്നവർ ദൈവമഹത്വം കാണും. വിശ്വസിക്കുന്നവർക്ക് ഈ ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന വചനത്തെ ഏറ്റെടുത്തോ. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽ പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്ന വാർക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു നല്ല കാലം കർത്താവ് വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. ഇത്രയും നാള് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളായിട്ട് ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രാർത്ഥനയ്ക്ക് മുടക്കമില്ലാതെ, വിശ്വാസത്തിന് ഭംഗമില്ലാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൈവമക്കളെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ദൈവം ഒരുക്കിയിരിക്കുക. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് ഇത് ഏറ്റെടുക്കാം. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും ദൈവം പണിതതുപോലെ ഹല്ലേലൂയ. വീണ്ടും നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു അനുഭവം, വീണ്ടും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നന്മ. ആമേൻ. എന്നേക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്മയ്ക്കായ ഒരടയാളം കർത്താവ് ദാനമായി ഒരുക്കി വെച്ചിട്ടുള്ളത് ഓർത്ത് സ്തോത്രം. അത് പ്രാപിപ്പാൻ തക്കണ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെടുന്ന ഒരു നല്ല കാലം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ ദൈവസന്നിധിയിൽ ഇപ്പോഴും പ്രാർത്ഥനയിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, യഹോവ എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഈ തിരുവചനങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളായി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹായിപ്പാൻ ആരുമില്ലാതെ, സ്നേഹിക്കുവാൻ ആരുമില്ലാതെ, എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ നിരാശയുടെ പടുകുഴി കഴിയുമ്പോഴും
പ്രത്യാശ കൈവിടാതെ എൻ്റെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ വാഗ്ദത്തങ്ങൾ മാറാത്തതാ. അവിടുന്ന് കരുണ തോന്നണമേ. എൻ്റെ മക്കൾക്ക് സാക്ഷ്യം പറയുവാൻ നന്മയ്ക്കായി ഒരടയാളം എൻ്റെ കർത്താവെ ഈ നിമിഷം ദൈവം ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇതിനായി പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുതന്ന് പ്രാർത്ഥിക്കുന്നു. ആ പൊൻകരം നീട്ടി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം.